ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവരും വീട്ടിൽ വാഷിംഗ് മെഷീൻ ഉള്ളത് നമ്മളൊക്കെ ഉപയോഗിക്കുന്നതാണ്. ആ വാഷിംഗ് മെഷീനകത്ത് കുറച്ച് നമ്മൾ ഈ തുണി കഴുകുന്നെങ്കിലും അതിനകത്ത് ഈ അഴുക്കുകൾ വന്ന് കൂടാൻ ചാൻസ് ഉണ്ട്. ഒത്തിരി കഴുകുന്ന സ്ഥലത്ത് ഒത്തിരി അഴുക്കുകൾ വന്ന് കെട്ടിക്കിടക്കാനുള്ള ചാൻസുകളുണ്ട്. അത് നമ്മളാരും ശ്രദ്ധിക്കുന്നില്ല. നമുക്കാരും കുറച്ച് പേർക്കൊന്നും നമുക്കൊന്നും കൂടുതലായിട്ട് അറിയത്തുമില്ല. പക്ഷെ അത് ക്ലീൻ ചെയ്യാനുള്ളൊരു ചെറിയ വിദ്യയാണ്. ഇത് പല വീഡിയോകളിലും ചിലർ നമുക്ക് പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും ഇത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഇത് കാണിച്ചു തരുവാണ്. ആദ്യം ഈ തുണി എടുത്തിട്ട് കഴുകുന്ന ഈ ഇവിടെ വന്നിട്ട് ഒരു ടെസ്റ്ററോ ഒരു സ്ക്രൂ ഡ്രൈവറോ ആണ് കൊണ്ട് ഈ ഇരിക്കുന്ന ഈ ഒരു അടപ്പ് പോലെ സാധനം അതുകൊണ്ട് ഇങ്ങനെ തിക്കി എടുത്താണ്. അന്നേരം തിക്കി എടുക്കുമ്പം തന്നെ മനസ്സിലാവും അതിനകത്ത് അഴുക്കുകൾ വന്ന് കൂടിയിരിക്കുന്നത്. അതുകൊണ്ടോ ആ അഴുക്ക് വന്ന് ശരിക്കും കൂടിയിരിപ്പുണ്ട്. അതുകൊണ്ട് ഈ കറുത്തിരിക്കുന്ന മൊത്തം അഴുക്കാണ്. എന്നിട്ട് അവിടെ ഒരു ബോൾട്ട് ഉണ്ട്, ഒരു സ്ക്രൂ ഉണ്ട്, അത് ഇച്ചിരി വലുതാണ്. അത് കണ്ട് ഇങ്ങനെ ഇടത്തോട്ട് തിരിച്ച് അഴിച്ചെടുക്കുക. ഇങ്ങനെ അഴിച്ചെടുത്തിട്ട് കുറേ അഴിയുമ്പോഴത്തേനും അതിങ്ങനെ അഴിഞ്ഞ് വരും. ആദ്യം ഒരിച്ചിരി പാട് കാണും. പക്ഷെ എന്നാലും അഴിച്ചിട്ട് താണ്ട് ഇതുപോലെ അഴിച്ച് ഇങ്ങനെ എടുക്കുക. പിന്നെ അതിനകത്ത് കിടക്കുന്ന ആ ഫാൻ പോലുള്ള സാധനം ഇതുകൊണ്ട് ഇങ്ങനെ സൈഡിൽ പിടിച്ച് തിക്കി ഇങ്ങനെ തിക്കി എടുക്കാതെ തിക്കി മേപ്പോട്ട് ചെറുതായിട്ട് 4 സൈഡിലും ഇങ്ങനെ തിക്കി മേപ്പോട്ട് കണ്ട് ഊരി വന്നാൽ അതിനകത്തിരിക്കുന്ന അഴുക്കുകൾ കണ്ടോ. കണ്ടത് അടുത്ത് കഴിഞ്ഞാൽ മൊത്തം അഴുക്കുകൾ വന്ന് അടഞ്ഞിരിക്കുമോ. മൊത്തം അഴുക്കായത് ഇതാണ് നമ്മുടെ തുണികളിൽ തീർത്ത് പിടിച്ചിട്ട് നമ്മളറിയാതെ പിന്നെ നമുക്ക് ചൊറിച്ചിലും ഒക്കെ ഉണ്ടാകുന്നത്. കണ്ടോ, ഇതിനകത്തോട്ട് നോക്കിയാൽ നമ്മുടെ അഴുക്കുകളുണ്ട്. അഴുക്കുണ്ടോ, മൊത്തം അഴുക്കാണ്. ഇത് നമുക്ക് എന്തേലും സോപ്പ് പൊടിയോ എന്തെങ്കിലും ബ്രഷോ ഇട്ട് ഇനി അത് തേച്ച് കഴുകണം. ഇനി നമ്മൾ അതിനകത്ത് ആദ്യം ഇച്ചിരി കുറച്ച് വെള്ളം ഒന്ന് തുറന്ന് വിട്ടിട്ട് അതൊന്ന് നനവ് പറ്റുമ്പോൾ എന്നിട്ട് വെള്ളം പോകാതെ പിന്നെ അത് ലോക്ക് ചെയ്തിട്ട് എന്നിട്ട് കുറച്ച് സോപ്പ് പൊടിയോ കഴുകാൻ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഇച്ചിരി സോപ്പ് പൊടി അങ്ങനെ തട്ടിയിട്ടിട്ട് അത് നമ്മൾ ഒരു പഴയ ഒരു ബ്രഷ് കൊണ്ട് ഇങ്ങനെ തേച്ച് ഇങ്ങനെ തേച്ചത് മൊത്തം കഴുകണം. നല്ലപോലെ തേച്ച് അതുപോലെ അത് മൊത്തം തേച്ച് കഴുകി ക്ലീൻ ആക്കണം. ഇത് എല്ലാവരും ഇത് ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ ഈ തുണിക്കകത്ത് ശരിക്കും ഈ വന്ന അഴുക്ക് നമ്മൾ അറിയാതിട്ട് കഴിവും. പിന്നെ ഇതിനകത്ത് അഴുക്ക് പിടിച്ചിട്ട് നമുക്ക് വല്ല ചൊറിച്ചിലോ ദേഹത്ത് ചൊറിച്ചിലോ അസുഖങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ഒത്തിരി വീടുകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയുന്നത്. കാരണം അതൊക്കെ അറിയാത്തവർ കാണുമല്ലോ, അവർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അതിന് ഇത്രയും കണ്ടിട്ട് അഴുക്കുണ്ട്, അതിനകത്ത് അഴുക്കുണ്ട്. അത് മൊത്തം ഇത്രയും അഴുക്ക് ഇതിനകത്ത് കൂടിയിരുന്നതാണ്. അതുകൊണ്ട് എന്നിട്ട് പിന്നെ വെള്ളം തുറന്നിട്ട് ക്ലീൻ ആക്കുക. അങ്ങനെ ക്ലീൻ ആക്കുക. എന്നിട്ട് വെള്ളം തുറന്നു വിടുക. അതായത് പിന്നെ മൊത്തം പോവും. ഇപ്പം മൊത്തം ക്ലീൻ ആയി കഴിഞ്ഞപ്പം ഇതാണ് കണ്ടോ, ഇതിനകത്ത് മൊത്തം അഴുക്ക് നല്ല ക്ലീനായി, നല്ല വൃത്തിയായി. പിന്നെ കുറച്ച് വെള്ളം തുറന്നു വിട്ട് ഇങ്ങനെ ചെയ്യുക. പിന്നെ നമ്മൾ ഈ അടപ്പും അതുപോലെ കഴുകിയെടുക്കുക. ഈ അടപ്പിനകത്തുള്ള അഴുക്കും അതുപോലെ കഴുകിയെടുക്കുക. ഇപ്പോൾ ഇത് മൊത്തം നല്ല ക്ലീനായി. ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഫാന് അതും നല്ലൊരു അകത്തെല്ലാം നല്ലൊരു കഴുകി സോപ്പ് പൊടി ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് അതുപോലെ ഇത് തിരിച്ചിങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് അങ്ങോട്ട് വെച്ചാൽ മതി. പ്രസ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഈ നട്ടിട്ട് അതുപോലെ അവിടെ മുറുക്കുക. അങ്ങനെ ടൈറ്റ് ചെയ്യുക.
ടൈറ്റ് ചെയ്ത് വെച്ച് എന്നിട്ട് അതിന് മണ്ടയിലൊരു ഒരടപ്പുണ്ട്, ഒരു ക്യാപ്പുണ്ട്, അതും കൊണ്ട് വെച്ചിട്ട് അതും ഇങ്ങനെ പ്രസ് ചെയ്ത് അടച്ചു വെക്കും. ഇപ്പോൾ ദാണ്ട് ഇതെല്ലാം വൃത്തിയായി ക്ലീനായി. ഇനി എല്ലാവരും ഇതുപോലെ ചെയ്യണം. അപ്പം നമുക്ക് അസുഖങ്ങളോ തുണിക്കകത്തൊന്നും അഴുക്ക് പിടിക്കത്തില്ല, ചൊറിച്ചിലുകളൊന്നും ഉണ്ടാകത്തില്ല. ഇപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്യുക. നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.